ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത്രയും നാളും ഞാൻ ക്യാമറയ്ക്ക് പുറകിൽ നിന്നുള്ള അഭ്യാസങ്ങളായിരുന്നു. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ മുമ്പിലോട്ട് തന്നെ വരാം എന്നോർത്തു. എൻ്റെ ചാനലിൽ മെയിനായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ക്രാഫ്റ്റ്സും ക്ലോത്ത്സുമാണ്. ക്രാഫ്റ്റ്സ് എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഉള്ളൊരു ഹോബിയാണ്. എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ, കൂടുതലും DIYs അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതും കൂടി എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താൻ ഓർത്തു. അങ്ങനെയാണ് ഞാൻ ക്രാഫ്റ്റ്സും ക്ലോത്ത്സും ചെയ്യാൻ ഓർക്കുന്നത്. അപ്പോൾ ക്രാഫ്റ്റ്സ് ഇത്രയും നാളും ചെയ്തതിൽ പ്രത്യേകിച്ച് ഫലം വീണ്ടും കാണാത്തതിനാൽ ഞാൻ വീണ്ടും ക്ലോത്ത്സിലോട്ട് തന്നെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് 1 to 2 year old കിഡിൻ്റെ ഒരു ബേബി ഫ്രോക്കാണ്. അത് ഞാൻ റെഫറൻസ് എടുത്തിട്ട് അത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. ഒന്നെങ്കിൽ അത് 8 നിലയിൽ പൊട്ടും, അല്ലെങ്കിൽ അതേപോലെ തന്നെ വരും. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, കട്ടിങ്, സ്റ്റിച്ചിങ്, ഇതെല്ലാം ഈ വീഡിയോയിലുണ്ടാവും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, സ്റ്റിച്ചിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആരും ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ കാണരുത്. ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു കുറുക്കുവിദ്യകളാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. എന്തായാലും ബിഗിനേഴ്സ് അല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് വരുന്തോറുമാണല്ലോ അതിൻ്റെ അറിവുകൾ കൂടുന്നത്. സോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച റെഫറൻസ് പിക്ചറിൻ്റെ പാറ്റേൺ ആണ് ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റൗണ്ട് മെഷർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ 4, ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ 2. അതായത് റൗണ്ട് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് മെഷർമെൻറ്റ് അതെല്ലാം ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ് അതായത് നെക്ക് വിഡ്ത്ത്, ഷോൾഡർ അതെല്ലാം ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ആ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതാ 2 ബേസ് ലൈൻസ് വരയ്ക്കുകയാണ് കേട്ടോ. ഈ ബേസ് ലൈൻസിൽ നിന്നായിരിക്കും നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1 to 2 year old കിഡിൻ്റെ സൈസ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എടുക്കുന്ന ഷോൾഡർ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചാണ്. അത് ഹോറിസോണ്ടൽ മെഷർമെൻറ്റ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അപ്പോൾ 4 ഇഞ്ച് ആകുന്നു. ദെൻ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച് കൊടുക്കുന്നു. നെക്ക് ഡെപ്ത്ത് 2.5 ഇഞ്ച് കൊടുക്കുന്നു. അതൊരു ബോക്സ് ആക്കുന്നു. ഈ ബോക്സിനുള്ളിലായിരിക്കും നമ്മൾ ഡിഫറെൻറ്റ് നെക്ക് ഷേപ്സ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ആം ഹോളാണ്. കുട്ടികൾക്ക് എപ്പോഴും ആം ഹോൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അവർക്ക് ഇടാനുള്ള എളുപ്പം കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അത് ഞാൻ 4.75 ഇഞ്ച് കൊടുത്തു. അതിനുശേഷം ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ, അത് 5.25 ഇഞ്ചാണ്. ഇൻക്ലൂഡിങ് ഈസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡർ തൊട്ട് നേവൽ പോർഷൻ വരെയുള്ളതാണ് വേസ്റ്റ് ലെങ്ത്. അത് ഞാനൊരു 7 ഇഞ്ച് കൊടുത്തു. ഈ 7 ഇഞ്ച് ചെയ്യുന്നതായിരിക്കും നമ്മൾ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഒരു 20 ഇഞ്ചാണ് 1 to 2 year old കിഡിൻ്റെ. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 5 ഇഞ്ച് ആകുന്നു. അതിനുശേഷം ഇതേപോലെ കിട്ടുന്നു. ഇനി നമ്മൾ ആം ഹോൾ വരയ്ക്കുന്നതാണ്. കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ആം ഹോൾ വലിയവരെ പോലെ ഒത്തിരി കുഴിച്ചു കൊടുക്കാറില്ല. അവർക്ക് ഫ്രണ്ടും ബാക്കും പൊതുവെ ഒരേ രീതിയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുന്നു. ഒരു 0.25 ഇഞ്ച് അകത്തോട്ടെടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ആം ഹോൾ ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ നെക്ക് ഒരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു. ഇനി ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അവസാനം വരുന്ന കാര്യമാണ് സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പ്. അത് ഈ കാണുന്നത് പോലെ സൈഡ് സീമിന് ഞാൻ 1 ഇഞ്ച് കൊടുത്തു. സ്ലീവ് പോർഷൻ്റെ അവിടെ ഞാനൊരു 1/2 ഇഞ്ച് കൊടുത്തു. നെക്ക് പോർഷൻ്റെ അവിടെയും ഞാനൊരു 1/2 ഇഞ്ച് കൊടുത്തു. ഹെം പോർഷനിലും നമ്മൾ 1/2 ഇഞ്ച് തന്നെ ആയിരിക്കും. അത് ഇതേപോലെ വരയ്ക്കുക. ഇനി ഷോൾഡർ തൊട്ട് ചെസ്റ്റ് വരെയുള്ളതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. അത് 4.75 ഇഞ്ചാണ്. നമ്മുടെ പിക്ചറിൽ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ബാക്കിലോട്ടുള്ള സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷർമെൻറ്റ്സ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ ബാക്ക് പോർഷനിലോട്ടാണ് ആ സ്ട്രാപ്പ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അത് 4.75 ഇഞ്ച് തന്നെയാണ്. അത് ഞാൻ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അവിടെയും ഞാൻ ഇതേപോലെ തന്നെ സീം അലവൻസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ബോഡീസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്ക് ബോഡീസ് വരയ്ക്കാനായിട്ട് ഫ്രണ്ട് ബോഡീസ് നമ്മൾ ട്രേസ് ചെയ്യുകയാണ്. സോ ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേസിങ് വീൽ എന്ന് പറയുന്നത്. അത് ഇതേപോലെ നമ്മൾ ട്രേസ് ചെയ്യുകയാണ്. അങ്ങനെ ട്രേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഒരു ബോക്സ് ഷേപ്പിലാണ്. അത് നമ്മൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബേസിക് ബോഡീസ്, ഫ്രണ്ട് ബോഡീസ് ചെയ്തതുപോലെ തന്നെ സീം അലവൻസ് ബാക്ക് ബോഡീസിലും കൊടുക്കുക എന്നുള്ളതാണ്.
അതിനുശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോച്ചസ് കൊടുക്കുക. നോച്ചസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും സ്റ്റിച്ചിങ്ങിൽ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെയാണ് തയ്യൽ തുമ്പുകൾ, എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാബ്രിക്കിലും പാറ്റേൺസിലും എല്ലാം നോച്ചസ് കൊടുക്കുന്നത് വളരെയധികം സഹായിക്കുന്നൊരു ഘടകമാണ്. സോ അങ്ങനെ ഫ്രണ്ട് ബോഡീസിലും ബാക്ക് ബോഡീസിലും നമ്മൾ നോച്ചസ് ഇട്ടു. സോ ഇതേപോലെ ആയിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ആ സ്ട്രാപ്പ് നമ്മൾ ബാക്കിലോട്ട് വന്ന് ജോയിൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഫാബ്രിക് എടുക്കുകയാണ്. അത് 17 ഇഞ്ച് ബൈ 20 ഇഞ്ചിലുള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഫാബ്രിക്കിൽ നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സെൽവേജിന് പാരലായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അത് ഈ കാണുന്നതാണ് സെൽവേജ്. അതിന് പാരലായിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഫാബ്രിക്ക് പുള്ളിയാവില്ല. അതിന് ക്രോസ് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫാബ്രിക്ക് വലിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതേപോലെ നമ്മുടെ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും വെച്ച് ട്രേസ് ചെയ്തെടുക്കുക. അങ്ങനെ ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ഫാബ്രിക് കട്ട് ചെയ്യുക. അപ്പോൾ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഘടകം ആദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്റ്റിച്ചിങ് എന്ന മഹാസാഗരത്തിലേക്ക് നമുക്ക് കിടക്കാം.